വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇന്ന് കേരള പിറവി ദിനമാണ്. കേരളത്തിൽ ജനിച്ച എല്ലാവർക്കും, മലയാളികളായ എല്ലാവർക്കും അഭിമാനത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ തന്നെ നമുക്ക് ഇതൊരു പ്രാർത്ഥനാ ദിനം കൂടിയാണ്. നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ത്യയിലെ ഏറ്റവും ഹരിതാഭമായ, ഫലഭൂയിഷ്ടമായ, അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സംസ്ഥാനം ആയ കേരളത്തിൽ പിറക്കുവാൻ നീ ഞങ്ങളെ സഹായിച്ചല്ലോ. കർത്താവെ, ദശലക്ഷങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ അങ്ങയോട് കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേരളത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. കൂടുതൽ വികസനങ്ങളിലേക്ക് വരുവാൻ അങ്ങ് സഹായിക്കണമേ. വിദ്യാഭ്യാസത്തിൽ സമ്പന്നരാകാൻ അങ്ങ് കേരളീയരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം നൽകണമേ. പകർച്ചവ്യാധികളെ അങ്ങ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ എല്ലാ ഭരണാധികാരികൾക്കുമായി പ്രാർത്ഥിക്കുന്നു. മുഖ്യമന്ത്രി മുതൽ ഉള്ള എല്ലാ മന്ത്രിമാരെയും ഭരണാധിപന്മാരെയും അങ്ങ് ഏറ്റവും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ജ്ഞാനത്താൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കേരളത്തിലെ ഓരോ വ്യക്തിയെയും കുടുംബങ്ങളെയും കർത്താവ് ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, കേരളം രക്ഷകനെ അറിയുവാൻ, സത്യത്തെ അറിയുവാൻ ആത്മീയമായ വെളിച്ചം കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ ഇതിൻ്റെ സാമ്പത്തിക സഹകാരിയായി പ്രവർത്തിച്ച വ്യക്തിക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവ്, ദുബായിൽ നിന്നുള്ള കെവിൻ മൈക്കിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് തൻ്റെ ബർത്ത്ഡേ ആണല്ലോ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ കെവിൻ. കർത്താവ്, തൻ്റെ ജന്മദിനത്തോട് ചേർന്ന് സകല അനുഗ്രഹങ്ങൾ കർത്താവ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതം നൽകണമേ. ബിസിനസ് പ്രോസ്പെരിറ്റിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അമ്മ ജാനറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യം നിൻ്റെ മകൾക്ക് നൽകണമേ. കർത്താവെ, ഈ കുടുംബത്തെ എല്ലാ നിലകളിലും അങ്ങ് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെടുമങ്ങാട് നവംബർ 4 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ നെടുമങ്ങാട്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കൊല്ലം നവംബർ 5 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ കൊല്ലം. Number 2, by living in holiness. വിശുദ്ധിയിൽ ജീവിക്കുന്നതിലൂടെ. By living in holiness. വിശുദ്ധിയിൽ ജീവിക്കുന്നതിലൂടെ. How can you get peace by living in holiness? വിശുദ്ധിയിൽ ജീവിക്കുന്നതിലൂടെ എങ്ങനെയാണ് സമാധാനം കിട്ടുക? If you live a life pleasing to God, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നത്. if you align your life according to the way God wants you to go, ദൈവം നിങ്ങൾ പോകുവാൻ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ തന്നെ നിങ്ങളുടെ പാതകളെ നിങ്ങൾ നേരെയാക്കുകയാണെങ്കിൽ, if you walk the way God leads you to walk, ദൈവം നിങ്ങളെ നയിക്കുന്ന പാതയിലൂടെ നടക്കുവാനായി നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ, if you leave your life of sin and go according to God's way, പാപത്തിന്റെ ജീവിതം ഉപേക്ഷിച്ച് ദൈവിക പദ്ധതിയിൽ നടക്കുകയാണെങ്കിൽ, you will receive peace. നിങ്ങൾക്ക് സമാധാനമുണ്ടാകും. So if you live in holiness, you will receive peace. നിങ്ങൾ വിശുദ്ധിയിൽ ജീവിച്ചാൽ സമാധാനമുണ്ടാകും. So peace can also be called a fruit of righteousness. നീതിയുടെ ഫലമെന്ന് ഈ സമാധാനത്തെ വിളിക്കുവാൻ കഴിയും. Isaiah 32:17. യെശയ്യാവ് 32:17. The fruit of that righteousness will be peace. നീതിയുടെ ഫലമോ സമാധാനം. Its effect will be quietness and confidence forever. ശാശ്വത വിശ്രമവും നിർഭയതയുമായിരിക്കും. The Bible says the fruit of righteousness is peace. നീതിയുടെ പ്രവൃത്തി സമാധാനമായിരിക്കും. Psalms 85:10. സങ്കീർത്തനങ്ങൾ 85:10. It says love and faithfulness meet together, righteousness and peace kiss each other. ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. So when you lead a right life
With God, you will receive peace. നിങ്ങൾ ദൈവമായിട്ട് ശരിയായ ഒരു ബന്ധത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. Now listen to me. എന്നെ ശ്രദ്ധിച്ചാൽ Very important thing. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. Sin causes peace to leave you. പാപം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സമാധാനത്തെ എടുത്തു കളയുന്നു. How many of you shout hallelujah? എത്ര പേര് ഹല്ലേലൂയ പറയും? Sin causes the peace inside of us to leave. നമ്മുടെ അകത്തുള്ള സമാധാനം പുറത്തു പോകുവാൻ അല്ലെങ്കിൽ നീങ്ങിപ്പോകുവാൻ പാപം ഒരു കാരണമാകും. The moment sin enters our heart, peace cannot stay. നമ്മുടെ ഹൃദയത്തിലേക്ക് പാപം പ്രവേശിക്കുന്ന സമയത്ത് സമാധാനത്തിനോടെ വസിക്കുവാൻ കഴിയുകയില്ല. How do you know that, brother? അതെങ്ങനെ അറിയാം? Take the case of David. ദാവീദിനെ എടുക്കാം. Who was David? ആരായിരുന്നു ദാവീദ്? David was a big king of Israel and Judah. ഇസ്രായേലിന്റെ യഹൂദയുടെ വലിയ രാജാവായിരുന്നു. Now when David was a teenager like me, എന്നെ പോലെ ഒരു കൗമാരക്കാരനായിരുന്നപ്പോൾ he was anointed as the king of Israel. ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടവൻ. And then David, he was a good musician. ദാവീദ് നല്ലൊരു സംഗീതജ്ഞനായിരുന്നു. He would write poets. അവൻ കാവ്യങ്ങൾ എഴുതുമായിരുന്നു. He was an athletic person. അവൻ ഒരു ആരോഗ്യമുള്ളവനായിരുന്നു. And he was probably very good looking also. അവൻ നല്ല കോമളരൂപിയായിരിക്കാം. So probably all of Israel and Judah probably admired him, ഒരുപക്ഷേ എല്ലാ യഹൂദ നിവാസികളും അവനെ അഭിനന്ദിച്ചിരിക്കാം, including all the ladies. എല്ലാ സഹോദരിമാരടക്കം. So David was such an anointed man of God who became the king of Israel and Judah. ഇസ്രായേലിന്റെയും യഹൂദയുടെയും രാജാവായി മാറിയ അഭിഷേകം നിറഞ്ഞൊരു വ്യക്തിയായിരുന്നു ദാവീദ്. Now listen to me very carefully. വളരെ എന്നെ ശ്രദ്ധിക്കുക. David was such a good king. He would stretch forth the boundaries of Israel. അവൻ വളരെ ശക്തനായ രാജാവായിരുന്നു. അവൻ ഇസ്രായേലിന്റെ അതിരുകളെ വിശാലമാക്കി. He won many battles for the Lord. കർത്താവിന് വേണ്ടി നിരവധി യുദ്ധങ്ങൾ അവൻ ജയിച്ചു. He worshipped the Lord. കർത്താവിനെ അവൻ ആരാധിച്ചു. Even when he was king. അവൻ രാജാവായിരുന്നപ്പോൾ തന്നെ. Such good things about David. ഒത്തിരി നല്ല കാര്യങ്ങൾ ദാവീദിനെ കുറിച്ചുണ്ട്. But there was a downfall. പക്ഷേ ഒരു വീഴ്ചയുണ്ടായി. David had an extra out of marriage affair with a lady called Bathsheba. ബത്ശേബ എന്ന സ്ത്രീയുമായി തന്റെ വിവാഹത്തിന് പുറത്തുള്ളൊരു ബന്ധം അവനുണ്ടായി. This did not please God. അത് കർത്താവിനെ പ്രസാദിപ്പിച്ചില്ല. David was king. അവൻ രാജാവാണ്. You think he can do anything? അവന് സകലവും ചെയ്യാൻ അധികാരമുണ്ട്. But this did not please God. ഇത് കർത്താവിനെ പ്രസാദിപ്പിച്ചില്ല. David knew it was wrong. ദാവീദിന് അറിയാമായിരുന്നു അവൻ ചെയ്തത് തെറ്റാണെന്ന്. But he still did it. പക്ഷെ അപ്പോഴും അവൻ അത് ചെയ്തു. He was caught in adultery. അവൻ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടു. And because of that, he lost his peace. അതുമൂലം അവന്റെ സമാധാനം അവന് നഷ്ടമായി. He lost all of his peace. അവന്റെ സകല സമാധാനം അവന് നഷ്ടമായി. The weight of his transgressions were weighing on him right now. ഇപ്പോൾ അവന്റെ സകല അതിക്രമങ്ങളുടെയും ഭാരം അവൻ വഹിക്കുകയാണ്. He was feeling the guilt inside of him. അവന്റെ അകത്ത് വലിയ കുറ്റബോധം കൊണ്ട് നടക്കുകയാണ്. He no longer had the peace. അവന്റെ സമാധാനം അവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. Let's read Psalms 38. നമുക്ക് സങ്കീർത്തനങ്ങൾ 38 വായിക്കാം. It's about David crying out because of the lack of peace that he had. സമാധാനമില്ലാത്തത് മൂലം ദാവീദ് കരയുന്ന ഒരു സങ്കീർത്തന ഭാഗമാണത്. This is the Psalms he wrote immediately after he was repenting. അവൻ മാനസാന്തരപ്പെട്ടതിന് ശേഷം ഉടൻ തന്നെ അവൻ എഴുതിയ ഒരു സങ്കീർത്തനമാണത്. He says verse 1, Lord, do not rebuke me in your anger or discipline me in your wrath. Your arrows have pierced me and your hands has come down on me. 38-ാമത്തെ സങ്കീർത്തനം. യഹോവേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ, ഉഗ്രനീരസത്തോടെ എന്നെ ദണ്ഡിപ്പിക്കുകയുമരുതേ. Verse 2 also. നിന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. Verse 3, because of your wrath there is no health in my body, there is no soundness in my bones because of my sin. നിന്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല, എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. Verse 4, read with me together. My guilt has overwhelmed me like a burden too heavy to bear. 4-ാമത്തെ വചനം നമുക്ക് ഒരുമിച്ച് വായിക്കുക. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചുമട് പോലെ അവ എനിക്ക് അതിഭാരമായിരിക്കുന്നു. Verse 5, my wounds fester and are loathsome because of my sinful folly. എൻ്റെ ഭോഷത്വം ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. Verse 6, I am bowed down and brought very low. All day long I go about mourning. 6-ാമത്തെ വചനം. ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു, ഞാൻ ഇടവിടാതെ ദുഃഖിച്ചു നടക്കുന്നു. Verse 7 and 8, my back is filled with searing pain, there is no health in my body. Verse 8, I am feeble and utterly crushed, I groan in anguish of my heart. 7-ഉം 8-ഉം, എൻ്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു, എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല, ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു, എൻ്റെ ഹൃദയത്തിലെ ഞരക്ക നിമിത്തം ഞാൻ അലറുന്നു.
What is happening here? ഇവിടെ എന്താ Did സംഭവിക്കുന്നത്? you understand what was happening here? ഇവിടെ എന്താ സംഭവിക്കുന്നത്? David has just committed adultery. ഇതാ ദാവീദ് വ്യഭിചാരം ചെയ്തു. And he's asking the Lord for forgiveness. കർത്താവിനോട് ക്ഷമ He's ചോദിക്കുകയാണ്. crying out to the Lord. കർത്താവിനോട് ക്ഷമ ചോദിക്കുകയാണ്. Lord, I do not have any peace with me. കർത്താവേ, എനിക്ക് സമാധാനമില്ല. My guilt is overwhelming me. എനിക്ക് കുറ്റബോധം I നിറഞ്ഞിരിക്കുകയാണ്. have been crushed by my transgressions. എന്റെ ലംഘനങ്ങളാൽ ഞാൻ തകർന്നിരിക്കുന്നു. I have lost my peace, Father. ഓ പിതാവേ, എനിക്ക് എന്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. My heart is full of pain. എന്റെ ഹൃദയം ദുഃഖിച്ചിരിക്കുകയാ. My back is searing with pain. എന്റെ മുതുക് ദുഃഖത്താൽ കുനിഞ്ഞിരിക്കുകയാ. Because of that sin, David lost all of his peace. ആ ഒരു പാപം മുഖാന്തരം അവന്റെ സകല സമാധാനവും അവന് നഷ്ടമായി. He might be the king of Israel and Judah. ഇസ്രായേലിന്റെ യഹൂദയുടെയും രാജാവായിരിക്കാം. But what is the use if you do not have peace? അവന് സമാധാനമില്ലെങ്കിൽ എന്ത് പ്രയോജനം? David lost all of his peace because of that sin that he did. അവൻ ചെയ്ത ഒരൊറ്റ പാപനിമിത്തം അവന്റെ സകല സമാധാനം അവന് നഷ്ടമായി. And that sin led to another sin, which led to another sin. He had to kill many people. ആ പാപം മറ്റൊരു പാപത്തിലേക്കും അത് മറ്റൊരു പാപത്തിലേക്ക് നയിക്കുകയും അനേകർ കൊല്ലപ്പെടുവാനിടയാകുകയും ചെയ്തു. Sin takes away the peace of God from our hearts. ദൈവത്തിന്റെ സമാധാനം അത് എടുത്തു കളയുവാൻ പാപത്തിന് കഴിയും. But there is hope. പക്ഷെ ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ട്. One day the prophet Nathan came to David. ഒരിക്കൽ പ്രവാചകനായ നാഥാൻ ദാവീദിന്റെ അടുക്കിലേക്ക് വന്നു. And David felt convicted under the presence of God. ആ ദൈവ സാന്നിധ്യത്തിൽ തനിക്ക് ആ കുറ്റബോധമുണ്ടായി, പാപബോധം And തനിക്കുണ്ടായി. he started crying out. അവൻ കർത്താവിനോട് കരയാൻ തുടങ്ങി. And the Lord said, I have given you anointing. I gave you everything, David. ദാവീദേ, ഞാൻ നിനക്ക് അഭിഷേകം തന്നു, നിനക്ക് സകലവും നൽകി. But you have disappointed me. പക്ഷെ നീ എന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. But the Lord said, I want you back. കർത്താവ് പറഞ്ഞു, എനിക്ക് നിന്നെ തിരികെ വേണം. I am ready to forgive you. ഞാൻ ക്ഷമിച്ചു തരുവാൻ So തയ്യാറാണ്. today, if you feel you are in a distant relationship with God today, നിങ്ങൾ ചിന്തിക്കുകയാണ്, ഞാൻ ദൈവത്തിൽ നകന്നിരിക്കുന്നു. if you feel sin is taking you, holding you back from God, പാപം നിങ്ങളെ ദൈവത്തിൽ നകറ്റിയിരിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, today is your day. The Lord is coming here with open arms today. ഇന്ന് കർത്താവ് നിങ്ങളെ കരങ്ങളെ നീട്ടി സ്വീകരിക്കുകയാണ്. അവൻ നിങ്ങളോട് പറയുകയാണ്, And He's ready to restore your relationship with Him. ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ അവൻ And മനസ്സൊരുക്കമുള്ളവനാണ്. He's ready to give you peace into your life നിങ്ങളുടെ again. ഹൃദയത്തിലേക്ക് വീണ്ടും സമാധാനം നൽകുവാൻ ദൈവം തയ്യാറാണ്. How many of you want that peace? എത്ര പേർക്ക് ആ സമാധാനം We need to ആവശ്യമാണ്? repent of our sins to receive that peace. നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ആ കർത്താവിന്റെ സമാധാനത്തെ സ്വീകരിച്ചാലും. You see, when David restored his relationship with God, നിങ്ങൾ കണ്ടല്ലോ, ദാവീദ് താനും ദൈവമായിട്ടുള്ള ബന്ധം അവൻ പുനഃസ്ഥാപിച്ചു. God gave him peace back. ദൈവം അവന് ആ സമാധാനം തിരികെ നൽകി. You know, David did not marry, the Bible does not give an account of him marrying another woman after that. അതിനുശേഷം മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചതായിട്ട് അവിടെ ബൈബിൾ പിന്നെ വായിക്കുന്നില്ല. So we assume that David did not commit adultery after that. നമ്മൾക്ക് അതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയും, അതിനുശേഷം വ്യഭിചാരത്തിലേക്ക് ദാവീദ് പോയില്ല. So David restored his relationship with God. ദൈവവുമായിട്ടുള്ള ആ ബന്ധം അവൻ പുനഃസ്ഥാപിച്ചു. And the next son born to him was Solomon. അടുത്ത മകൻ അവന് ജനിച്ചത് ശലോമോനായിരുന്നു. And what is the meaning of Solomon? എന്താണ് ശലോമോൻ എന്ന വാക്കിന്റെ അർത്ഥം? It means peace. അതിന്റെ അർത്ഥം സമാധാനം. So when David restored his relationship, God gave him Solomon. ദാവീദ് ദൈവവുമായിട്ടുള്ള ബന്ധം അവൻ വീണ്ടും പുനഃസ്ഥാപിച്ചതിലൂടെ ദൈവം അവന് സമാധാനം ശലോമോനെ നൽകി. Hallelujah. ഹല്ലേലൂയ. So how many of you want to receive Solomon into your lives? നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ശലോമോനെ സ്വീകരിക്കാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? Lift your hands and pray the sincere prayer. കരങ്ങൾ ഉയർത്തി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചാലും. Father, I want to receive your peace today. പിതാവേ, അങ്ങയുടെ സമാധാനം സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Father, if there is any hindrance between me and you, ഞാനും നീയും തമ്മിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ take it away, Father. കർത്താവ് പിതാവ് എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. I ask forgiveness of my sins, Father. കർത്താവിന്റെ പാപങ്ങൾ കർത്താവിനോട് ക്ഷമിക്കണമേ. Amen. ആമേൻ. Number 3 is putting trust in God. 3, ദൈവത്തിൽ ആശ്രയിക്കുന്നതിലൂടെ The third way to get peace. സമാധാനം സ്വീകരിക്കുവാനുള്ള മൂന്നാമത്തെ വഴി. Romans 15:13. റോമാലേഖനം 15:13. It says, God can fill you with all the joy and peace as you trust Him. നിങ്ങൾ അവനെ ആശ്രയിക്കുമ്പോൾ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങൾ നിറക്കുമാറാകട്ടെ. God says, I will fill you with all the peace in the world if you trust me. നിങ്ങൾ എന്നെ ആശ്രയിക്കുമെങ്കിൽ, വിശ്വസിക്കുമെങ്കിൽ സകല സമാധാനത്താൽ ഞാൻ നിങ്ങളെ നിറക്കും. It is a condition that the Lord is giving. കർത്താവ് അവിടെ നൽകുന്ന ഒരു നിബന്ധനയുണ്ട്. If you trust me, I will give you all the peace. നിങ്ങൾ എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ സകല സമാധാനവും ഞാൻ നൽകും. Trusting in the Lord means depending
depending on the Lord. കർത്താവിനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൽ പൂർണ്ണമായി നമ്മൾ ചായുകയാണ്. It means putting your faith on the Lord. കർത്താവിൽ നിങ്ങളുടെ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുകയാണ്. Just like small children are dependent on their parents, ചെറിയ കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളെ ആശ്രയിക്കുന്നത് പോലെ we need to be dependent on the Lord. കർത്താവിൽ നമ്മൾ പൂർണ്ണമായി ആശ്രയിക്കണം. Many times we try to do everything. പലപ്പോഴും നമ്മൾ തന്നെ എല്ലാം ചെയ്യാൻ നോക്കും. We try to win our own battle. നമ്മളുടെ യുദ്ധം നമ്മൾ തന്നെ പൊരുതി ജയിക്കാൻ നോക്കും. We try to be God doing everything. നമ്മൾ തന്നെ എല്ലാം ചെയ്ത് ദൈവമാകാൻ നോക്കും. You do not need to be God. We already have a God. നമ്മളൊരു ദൈവമാകേണ്ട ആവശ്യമില്ല, നമുക്കൊരു ദൈവമുണ്ട്. And he is still on the throne. അവൻ ഇപ്പോഴും സിംഹാസനത്തിൽ തന്നെയുണ്ട്. And he is fighting your battles. അവനാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. Hallelujah. ഹല്ലേലൂയ. Suppose you are in a maze. നിങ്ങൾ ഒരു കുരുക്കിൽ അകത്താണെങ്കിൽ, Suppose you're in a maze and you want to find a way out of it. ആ കുരുക്കിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരുവാനുള്ള വഴി ആഗ്രഹിക്കുന്നെങ്കിൽ, What if you could have the bird's eye view? നിങ്ങൾക്ക് ഒരു പക്ഷി മുകളിൽ നിന്ന് നോക്കുന്നത് പോലെ ഈ സ്ഥലം കാണുവാൻ കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? Won't it be easier? അത് എളുപ്പമായിരിക്കും. That's how God looks at our problems. അങ്ങനെയാണ് ദൈവം നമ്മുടെ പ്രശ്നങ്ങളെ കാണുന്നത്. When we are inside the problem, നമ്മൾ ആ കുരുക്കിൽ കിടക്കുമ്പോൾ we do not find a way out. നമ്മളൊരു വഴി മുമ്പിൽ കാണുന്നില്ല. You go this way, you go that way, you're all trapped. നമ്മൾ ഇങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് പോകുന്നു, എവിടെയെങ്കിലൊക്കെ ചെന്ന് ഇടിച്ചു നിൽക്കും. You don't know the way out. പുറത്തേക്കുള്ള വഴി അറിയില്ല. But God sees it from above. പക്ഷേ ദൈവം കാണുന്നത് മുകളിൽ നിന്നാണ്. And when he sees it from above, he knows exactly the way out. കർത്താവ് മുകളിൽ നിന്ന് കാണുന്നത് കൊണ്ട് ഏതാണ് പുറത്തേക്കുള്ള വഴി എന്ന് ദൈവത്തിന് അറിയാം. Hallelujah. ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൻവേൽ നവംബർ 9 ബുധൻ. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. സായ് നന്ദൻ ബാങ്ക്വറ്റ് ഹാൾ, സിഡ്കോ സെന്റർ പോസ്റ്റ് ഓഫീസിന് മുകളിൽ, സെക്ടർ 10, കാന്ത കോളനി, ന്യൂ പൻവേൽ, വെസ്റ്റ്, മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൂനെ നവംബർ 10 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 മണി വരെ. ജ്യോതിബ മംഗൾ കാര്യാലയ്, വിജയ് നഗർ, കലൈവാടി, പിംപ്രി, പൂനെ, മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വസായി നവംബർ 11 വെള്ളി. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ശ്രീ ഓൾഡ് സ്വാമി നാരായണൻ ടെമ്പിൾ ഹാൾ, 60 ഫീറ്റ് റോഡ് ഓപ്പോസിറ്റ് അമ്പാടി റോഡ്, വസായി വെസ്റ്റ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ നവംബർ 12 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സനൈ മംഗൾ കാര്യാലയ്, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ വെസ്റ്റ്, മഹാരാഷ്ട്ര. ബ്രദറിൻ്റെ തൊട്ടരികിൽ നിൽക്കുന്ന സഹോദരി പേര് സിന്ധു എന്നാണ്. തൻ്റെ സഹോദരൻ്റെ ഭാര്യ അനീഷയാണ് കുഞ്ഞുമായി നിൽക്കുന്നത്. അനീഷയുടെ ഒരു സാക്ഷ്യമാണ് ആദ്യമേ പറയുന്നത്. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ട്രീറ്റ്മെൻറ്റിനായി ഡോക്ടറിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞത് ഇങ്ങനെ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ആണെന്ന് പറഞ്ഞു. ഇതിനു വേണ്ടി ഒരു സർജറി ചെയ്താൽ മാത്രമേ ഉണ്ടാവോ ഇല്ലയോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇവർ അങ്ങനെ ഏറെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രയാസത്തോടു കൂടി ഇരിക്കുമ്പോൾ, സിന്ധു എന്ന് പറയുന്ന ഈ സഹോദരി താൻ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന പ്രേക്ഷകയാണ്. തൻ്റെ ഓരോ ദിവസവും അന്ന് TV പ്രോഗ്രാം കാണുമ്പോൾ അതിലൂടെ ബ്രദറും സിസ്റ്ററൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ താനും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം 2014 നവംബർ 19 അന്ന് അനീഷയ്ക്ക് വീണ്ടും ചെക്കപ്പിന് പോകേണ്ട ഡേറ്റ് ആയിരുന്നു. അന്ന് TV പ്രോഗ്രാം രാവിലെ നടന്നുകൊണ്ടിരുന്നപ്പോൾ അന്ന് ഇവർ രണ്ടുപേരും TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അന്ന് പ്രത്യേകിച്ച് ബ്രദർ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി അന്നത്തെ ദിവസം പ്രത്യേകിച്ച് അന്ന് പ്രാർത്ഥിച്ചു. അന്ന് അനീഷ ചെക്കപ്പിന് പോകേണ്ട ഡേറ്റും കൂടിയാണ്. അന്ന് താൻ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത് പ്രാർത്ഥന പോലെ തന്നെ ദൈവം തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ നൽകി. ആ കുഞ്ഞാണ് ഇന്ന് 1 വയസ്സെല്ലാം കഴിഞ്ഞ് ഇന്ന് തൻ്റെ കയ്യിലിരിക്കുന്നത്. ദൈവം അന്ന് ഒരിക്കൽ പോലും അങ്ങനെ ഒരു സാധ്യതയില്ലാതിരുന്ന സമയത്ത് ഒരു സർജറിക്ക് ശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം അനുഗ്രഹിച്ചൊരു കുഞ്ഞിനെ നൽകി. നല്ലൊരു കൈയടി കൊടുക്കാമോ ബ്രദറെ? അതോടൊപ്പം തന്നെ ഈ കുഞ്ഞ് ജനിച്ച് 2ാമത്തെ ദിവസം സന്തോഷത്തിലായിരുന്നപ്പോൾ 2ാമത്തെ ദിവസം ഈ കുഞ്ഞിന് തൊണ്ടയിലൊരു ശബ്ദത്തിന് വ്യത്യാസം വന്നു. ആ സമയം ഹോസ്പിറ്റലിൽ തന്നെ എക്കോ ചെയ്തപ്പോൾ മനസ്സിലായി ഈ കുഞ്ഞിൻ്റെ ഹൃദയത്തിൻ്റെ വാൽവിന് 2 ഹോളുകളുണ്ടെന്ന് മനസ്സിലായി.
ഇവർ ആ സമയം തന്നെ അത് കേട്ട നിമിഷം തന്നെ ഇവർ വേഗം തന്നെ നമ്മുടെ പ്രെയർ കോൾ സെൻറ്ററിൽ വിളിച്ച് ഇവർ പ്രാർത്ഥനാ വിഷയം പറഞ്ഞു. അവിടെ നിന്നും പ്രെയർ ചെയ്തിരുന്ന ആ വ്യക്തികൾ ശക്തിയോടെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു കുഴപ്പം ഇനി ഇല്ല എന്ന് തന്നെ പറഞ്ഞു. ഇവർ പറയുക, അന്നത്തെ ആ ടെസ്റ്റ് അങ്ങനെ പറഞ്ഞെങ്കിലും അതിനുശേഷം 1 മാസത്തിന് ശേഷം വീണ്ടും അതേ ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി കുഞ്ഞിന് വാൽവിന് ഒരു ഹോളുമില്ല. ദൈവം അത് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് എടുത്തു മാറ്റിക്കളഞ്ഞു. അതായത് ആദ്യം ചെക്കപ്പ് ചെയ്തപ്പോൾ വാൽവിന് തകരാറുണ്ടെന്ന്, 2 ഹോളുണ്ടെന്ന് പറഞ്ഞു. 2 ഹോളുണ്ടെന്ന് പറഞ്ഞു. 1 മാസത്തിനുള്ളിൽ ആ ഹോള് പ്രത്യക്ഷമായി. നല്ലൊരു കൈയടി കർത്താവിന്. അതോടൊപ്പം തന്നെ ബദരാമിൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, മലകൾ മാറുമെങ്കിൽ മുഴകൾ മാറും, മുഴകൾ മാറുമെങ്കിൽ ദ്വാരങ്ങളും മാറും. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? മറ്റൊരു സാക്ഷ്യം കൂടിയുണ്ട്. ഇവരുടെ സഹോദരന് വിവാഹം നടക്കാതെ ഏറെ നാളുകളായി കാത്തിരിക്കുകയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ വന്നെങ്കിൽ അത് മാറിപ്പോയായിരുന്നു. പക്ഷേ ഈ സഹോദരി പറയുന്നത് എങ്ങനെയാണ്, ബ്ലെസ്സിങ് ടുഡേ ടി പ്രോഗ്രാമിൽ ഒരു ദിവസം രാവിലെ, അന്ന് പ്രത്യേകിച്ച് വിവാഹം നടക്കാത്തവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന കൂടി ഉണ്ടായിരുന്നു. സഹോദരി പറയുന്നു, അന്നത്തെ ദിവസം ടി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ താൻ ആ ടി പ്രോഗ്രാമിൽ പ്രാർത്ഥിക്കുന്നത് കേട്ട് കൂടെ തൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. കൃത്യം 1 വർഷമാകുന്നതിന് മുൻപ്, ഇവിടെ ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്, 2014 നവംബർ 5-ാം തീയതി ആ മകൻ്റെ വിവാഹം നടന്നു. യേശു നിങ്ങളുടെ കൂടെ ഉണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിനും, കൊച്ചു കാര്യമാകാം വലുതാകാം, അങ്ങനെ എല്ലാത്തിനും മറുപടി ഉണ്ട്. അതുകൊണ്ട് ഇവരെ നേരെ ഒന്ന് കൈകൾ നീട്ടിക്കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാലും, കർത്താവേ, ഞങ്ങൾ ഇവരെ യേശു കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവർ ജീവിതത്തിൽ കർത്താവ് എല്ലാ മേഖലകളിലും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. ഇവർ അനേകരുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ കൊടുക്കുന്നവരായി കർത്താവിൻ്റെ വചനത്തിൽ ഇവർ നിലനിൽക്കട്ടെ. ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്ന കർത്താവേ, എല്ലാ മേഖലയിലും ഇവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയ ഐശ്വര്യം വരുന്നത് കാണുവാൻ ഇടയാക്കണമേ. അതുപോലെ കുട്ടികളില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് കർത്താവിൻ്റെ അത്ഭുതം അവരെ തേടി എത്തിയിരിക്കുക. നന്ദി. അവരുടെ കയ്യിൽ ഒരു കുഞ്ഞിരിക്കുന്ന ഞങ്ങൾ വിശ്വാസത്തോടെ പ്രവചിക്കുകയാണ് കർത്താവേ. അതുപോലെ കർത്താവേ, കുടുംബത്തിലുള്ള എല്ലാ മദ്യപാനം, അതുപോലെ ദുശീലങ്ങൾക്ക് അടിമകളായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. നടക്കാത്ത വിവാഹങ്ങൾ നടക്കട്ടെ. കർത്താവിൻ്റെ അത്ഭുതം ഞങ്ങൾ സ്വീകരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ യൂത്ത് കോൺഫറൻസ് 2016. നവംബർ 12 ശനിയാഴ്ച, രാജധാനി ഓഡിറ്റോറിയം, കോട്ടയ്ക്കകം, തിരുവനന്തപുരം. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, leadership trainings, games and more. For registration and more details, 8111996001. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെടുമങ്ങാട് നവംബർ 4 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ നെടുമങ്ങാട്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കൊല്ലം നവംബർ 5 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ കൊല്ലം. എല്ലാവർക്കും ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ലോകം എമ്പാടും ഇരുന്നുകൊണ്ട് ഒരേ പിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരവർക്ക് ആവശ്യമുള്ളത് കർത്താവ് അതത് ഭവനങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് ഇപ്പോൾ പകർന്നുകൊണ്ടിരിക്കും. ഞാനിത് പറയുമ്പോൾ ഏതോ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ഇത് വാച്ച് ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. കർത്താവ് എത്രയും വേഗം രോഗസൗഖ്യം നൽകി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിടുവാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ വീടുകളിലോ ഓഫീസുകളിലോ ജയിലുകളിലോ നിങ്ങൾ എവിടെയാണെങ്കിലും കർത്താവിന് നിങ്ങളെ സ്വതന്ത്രമാക്കാൻ കഴിയും. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ വലിയ വിടുതലുകൾ അങ്ങ് പകരുന്നതിനാൽ നന്ദി പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കഴുത്തിന് പ്രയാസമുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. കഴുത്തിൻ്റെ തേയ്മാനം, അതുപോലെ കഴുത്തിൽ നീര് വന്നിരിക്കുന്ന വ്യക്തികൾ, തിരിക്കുവാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ, കഴുത്ത് മുതൽ താഴേക്കുള്ള വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ ഇതെല്ലാം സൗഖ്യമാകട്ടെ. മറ്റൊന്ന് ആർത്രൈറ്റിസ്, സന്ധിവാതം ബാധിച്ച വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എവിടെയാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ
വിടുതലുകൾ സംഭവിക്കട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. അതുപോലെ ആമാശയത്തിനകത്ത് എന്തോ സാരമായ തകരാറുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കി. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഫാദർ. അതുപോലെ ഇടുപ്പെല്ലിൽ ഉള്ള തകരാറുകൾ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. രക്തക്കുഴലുകൾ അടഞ്ഞു പോകുന്ന രോഗം പൂർണ്ണമായും സൗഖ്യമാകട്ടെ. മറ്റൊന്ന്, വിയർപ്പ് ഗ്രന്ഥികളിൽ എന്തോ തകരാറ് സംഭവിച്ചിട്ട് വിയർപ്പ് പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ ശരീരത്തിൽ എന്തൊക്കെയോ തകരാറ് അനുഭവിക്കുന്ന ഒരു വ്യക്തി കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. മൈഗ്രെയിൻ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. ഹെപ്പറ്റൈറ്റിസ് ബി സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. ഫിസ്റ്റുല തുടങ്ങിയ രോഗങ്ങളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ അലർജികളും മാറിപ്പോട്ടെ. മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യണമേ. താങ്ക് യു ഫാദർ. എത്രയും വേഗം കുഞ്ഞുങ്ങളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നിങ്ങളുടെ രോഗമോ പ്രശ്നമോ എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈകൾ ഇതുപോലെ നീട്ടിപ്പിടിക്കുക. എന്നിട്ട് വിശ്വാസത്തോടെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എത്രയും വേഗം ഇവർ അത്ഭുതങ്ങൾ കാണട്ടെ, അത്ഭുതകരമായ വിടുതലുകൾ ഉണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ അനുഗ്രഹിച്ചതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ബ്ലെസ്സിങ് ടുഡേ കണ്ടിട്ടില്ലാത്ത, അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് തന്നെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കാൻ മറക്കരുത്. സാധിക്കുന്ന എല്ലാവരും തന്നെ ലീവ് എടുത്തായാലും വരിക, ഇതിൽ പങ്കെടുക്കുക. മാത്രമല്ല, പുതിയ ചില പുസ്തകങ്ങൾ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് തടസ്സങ്ങളെ തകർക്കുക, ബ്രേക്കിംഗ് ബാരിയേഴ്സ്. അതിൻ്റെ കോപ്പികൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. എൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണാവുന്നതാണ്. ഓൺലൈനായി ഇത് കരസ്ഥമാക്കാം. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും കാണാം. ബൈ.